السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. وكل ولي له قدم وإني على قدم النبي بدر الكمال. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വല്ലാത്ത മാതൃകയാണ്. വളർച്ചയിൽ യൗവനം, പഠനം, മറ്റു തുടങ്ങിയ എല്ലാ മേഖലയിലും മഹാനവറുകൾ നമുക്ക് മാതൃകയാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ജനിക്കുന്നത് ഒരു കർഷക കുടുംബത്തിലാണ്. മഹാനവറുകളുടെ ഉപ്പയുടെ ഉപ്പയും കർഷകന്മാരായിരുന്നു. ആ കുടുംബത്തിൽ ജനിച്ച മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി നാക്കാലികൾ കൊണ്ടുപോകുമ്പോ അതാ മഹാനായ ജീലാനി തങ്ങളോട് പറയുന്നു, അല്ലയോ അബ്ദുൽ ഖാദിറേ, നിങ്ങളെ ഞാൻ പഠിച്ചത് ഇതിനു വേണ്ടിയല്ല, നിങ്ങളെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല. നിങ്ങൾക്ക് സുസ്ഥിര സ്ഥാനമുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾ വളരണം, നിങ്ങൾ നന്നായി ഉയരണം, ദീനീ പ്രബോധനത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം, ദീനീ പ്രബോധത്തിന് നിങ്ങൾ സാക്ഷിയാകണം എന്ന് മഹാനായ ജീലാനി തങ്ങൾക്ക് ഒരു അശരീരി കേൾക്കുന്നു. ആ അശരീ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് 18-ാം വയസ്സിൽ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ പോകാൻ ഒരു കാരണമാവുകയാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ 18-ാം വയസ്സിലാണ് ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ പോകുന്നത്. ജീലാനി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീലാനി തങ്ങളുടെ ഉമ്മ ജീലാനി തങ്ങൾക്ക് കൊടുത്തൊരു നിർദ്ദേശമാണ്, മോനെ, ഒരിക്കലും തന്നെ കളവ് പറഞ്ഞുകൂടാ. ഉമ്മ മകൻക്ക് കൊടുത്ത മറുപടിയാണ്, മോനെ, ഒരിക്കലും തന്നെ കളവ് പറയരുത്. എന്ത് പ്രയാസം വന്നാലും നീ കളവ് പറയരുത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഉപ്പ മകൻക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശമാണ് ഇത്. ഉമ്മ മകൻക്ക് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണിത്. ചെറിയ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഒരിക്കലും തന്നെ കളവ് പറയല്ല, സത്യമല്ലാത്തത് പറഞ്ഞു പോകല്ല. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും ഒരിക്കലും തന്നെ അസത്യം പറഞ്ഞുകൂടാ. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, ഉമ്മ കൊടുത്ത നിർദ്ദേശം അങ്ങനെ തന്നെ പാലിച്ച മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ
അതാ ഉമ്മയുടെ വാക്ക് പാലിച്ചതുകൊണ്ടാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അത്രക്കും വളർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത്. ലോകം തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു നേതാവാകാനുള്ള കാരണം ഉമ്മാൻ്റെ വാക്ക് അംഗീകരിച്ചതാ, ഉമ്മയുടെ വാക്ക് സ്വീകരിച്ചതാ. അങ്ങനെ മഹാനവറുകൾ ബഗ്ദാദിലെത്തുകയാണ്. മഹാനായ ജീലാനി തങ്ങൾ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. വല്ലാതെ പ്രയാസങ്ങൾ നേരിട്ടവരാണ്. പക്ഷേ എവിടെയും അവർ പതറിയില്ല. എല്ലാ ഘട്ടങ്ങളിലും യജമാനനായ റബ്ബിനെ കുറിച്ചോർത്ത് റബ്ബ് പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ നയിച്ചവരാണ്. മഹാന്മാർ പറയുന്നു, ഗൗസുൽ ആലം തങ്ങൾ എത്രയാണ് ക്ഷമിക്കുന്നത്, എത്രയാണ് അവർ പരീക്ഷിക്കപ്പെടുന്നത്. ഹലാലായ ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം ലഭിക്കാൻ വേണ്ടി, ഹലാലായ വെള്ളം ലഭിക്കാൻ വേണ്ടി എത്രയാണ് മഹാനവറുകൾ കഷ്ടപ്പെടുന്നത്. ധാരാളം ഭക്ഷണങ്ങൾ ലഭിക്കാനുണ്ട്, ഹറാമായ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കാനുണ്ട്, വെള്ളം ലഭിക്കാനുണ്ട്. പക്ഷേ ഹലാലായ ഭക്ഷണത്തിന് വേണ്ടി മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ കഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു തുള്ളി വെള്ളവും ഞാൻ കുടിക്കൂല, റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു ഭക്ഷണവും ഞാൻ കഴിക്കൂല എന്ന് തീരുമാനമെടുത്തവരാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവർ വല്ലാതെ വിഷമിച്ചു പോയ സന്ദർഭങ്ങളില്ലേ? ചില സമയങ്ങളിൽ മുള്ള് കഴിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇലകൾ തിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും നാം ഇവിടെ ചിന്തിക്കേണ്ടത്, റബ്ബ് നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഇന്നേ വരെ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലല്ലോ. അങ്ങനെ മഹാനായ ജീലാനി തങ്ങൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയാണ്. ഭക്ഷണം കഴിക്കാത്ത എത്ര ദിവസങ്ങളാണ് അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. മഹാനായ ജീലാനി തങ്ങൾ പറയാണ്, ഞാനൊരു പുഴയുടെ അരികിലൂടെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? വല്ലവരും ഒഴിവാക്കിയിട്ട ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പുഴയിലൂടെ ചെല്ലുമ്പോൾ അവിടെ ധാരാളം എന്നെക്കാൾ പാവപ്പെട്ട ധാരാളം ആളുകളെ കാണുകയാണ്. അവരൊക്കെ ആ ഭക്ഷണമെടുത്ത് കഴിക്കുകയാണ്. മഹാനവറുകൾ അവിടുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ലഭിച്ചില്ലെങ്കിലും അവർക്കത് ലഭിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ്. അതാ ഖുതുബുൽ അഖ്താബ് തന്നെ പറയുന്നില്ലേ, വകുല്ലു വലി ഖദമുൻ വഇന്നി അലാ ഖദമി അലാ ഖദമിൻ നബിയ്യി ബദിരിൽ കമാലി. എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരെ പിൻപറ്റിയവരാണ് എങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാപ്പ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയവരാണ്. മഹാനായ ജീലാനി തങ്ങൾ പറയാണ്, ഞാനങ്ങനെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു യുവാവ് എൻ്റെ അടുക്കൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, പത്തിരിയുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്തിൽ നിന്ന് ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഓരോ പത്തിരി കഷ്ണവും വായിലേക്ക് വെക്കുമ്പോൾ എൻ്റെ വായ അറിയാതെ ഇങ്ങനെ തുറന്നു പോവുകയാണ്. അത് കണ്ടപ്പോൾ ആ യുവാവ് പറയുന്നു, നിങ്ങളും കഴിച്ചുകൊള്ളൂ. അവസാനം മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അതിൽ നിന്നൊരൽപ്പം കഴിക്കുകയാണ്. എന്നിട്ട് ഈ യുവാവ് ഈ മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ആ സമയത്ത് മഹാനായ ജീലാനി തങ്ങൾ പറയുകയാണ്, ഞാൻ ജീലാനിയിൽ നിന്ന് വരികയാണ്.
ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാനും ജീലാനിയിൽ നിന്ന് വരികയാണല്ലോ. എന്നാൽ ജീലാനിയിൽ നിന്നൊരു മകൻ ഈ ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാൻ വന്നിട്ടുണ്ട്. ആ മകൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ ആ മകൻക്ക് കൊടുക്കാൻ വേണ്ടി അല്പം ഭക്ഷണവും ദീനാറുകളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ മകൻ്റെ പേര് അബ്ദുൽ ഖാദിർ എന്ന. അവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് പറയാണ്, നിങ്ങൾ പറഞ്ഞ അബ്ദുൽ ഖാദിർ അത് ഞാനാണ് കേട്ടോ. ആ മനുഷ്യൻ അവിടുന്ന് പതറിപ്പോയി. എന്നിട്ട് കയ്യിലുള്ള ഭക്ഷണമൊക്കെ ജീലാനി തങ്ങൾക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീലാനി തങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമെന്താ? എത്ര തന്നെ പ്രയാസപ്പെട്ടാലും, ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും, ഹറാമായൊരു ഭക്ഷണവും ഹറാമായൊരു വെള്ളവും ഹറാമായ ഒന്നും ഞാൻ എടുത്തുകൊള്ളൂല, ഞാൻ എടുക്കൂല, ഒരു ഭക്ഷണവും ഞാൻ കഴിക്കൂല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ മദദ് ലഭിക്കുന്നവരിൽ, അവിടുത്തെ പൊരുത്തം ലഭിച്ച സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.